ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ടി.കെ. രജീഷിന് പരോൾ 15 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്ന ഉപാധിയോടെയാണ് പരോൾ. രജീഷിന് പരോൾ അനുവദിച്ചത് നിയമാനുസൃതമാണെന്നും മറ്റാരെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിൽ പരോൾ നൽകാതിരിക്കേണ്ട കാര്യമില്ല എന്നുമാണ് CPM നേതാവ് പി ജയരാജന്റെ പ്രതികരണം. വേറെ ഒരാൾ തെറ്റ് ചെയ്തതിന്റെ പേരിൽ തടവിൽ കഴിയുന്ന ആളുകളൊക്കെ ശിക്ഷിക്കപ്പെടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആ റിമാൻഡ് ചെയ്യപ്പെടുന്നവർക്ക് നിയമം എന്താണോ അനുവദിക്കുന്നത് അത് സാധാരണഗതിയിൽ എല്ലാവർക്കും ലഭ്യമാകും. ശിക്ഷിക്കപ്പെട്ടവർക്ക് പരോൾ കൊടുക്കുന്നതിന് കൃത്യമായിട്ടുള്ള വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ രജീഷിന് എത്രാമത്തെ പരോളാണ് ഇപ്പോൾ കിട്ടുന്നത്? സ്മൃതി, ആദ്യമായാണ് ടി.കെ. രജീഷിന് പരോൾ അനുവദിക്കുന്നത്. 15 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചിട്ടുള്ളത്. അതിൽ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുത് എന്നുള്ള കർശന ഉപാധികൾ കൂടി ടി.കെ. രജീഷിന് നൽകിയ പരോൾ വ്യവസ്ഥകളിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ പി ജയരാജൻ പ്രതികരിച്ചതുപോലെ തന്നെ സ്വാഭാവികമായി ഒരു ശിക്ഷ അനുഭവിക്കുന്ന പ്രതിക്ക് നിയമാനുസൃതമായി ലഭിക്കുന്ന പരോളാണ് എന്നുള്ളതാണ് പി ജയരാജൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ ഒപ്പം തന്നെ മറ്റാരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ടി.കെ. രജീഷിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ എന്ന ഒരു പ്രതികരണം കൂടി പി ജയരാജൻ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഈ വാർത്തകളിൽ വീണ്ടും ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസൊക്കെ നിറഞ്ഞു നിന്നത് കഴിഞ്ഞ ദിവസം ഈ കൊടിസുനി പോലീസുകാരുടെ സാന്നിധ്യത്തിൽ മദ്യപിച്ച CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ്. ഏതായാലും നിലവിലിപ്പോൾ ടി.കെ. രജീഷിന് പരോൾ അനുവദിച്ചിരിക്കുന്നു. 2 ദിവസം മുൻപ് തന്നെ ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. സ്മൃതി, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.